കുരുക്ഷേത്രത്തിൽ രാവണ സംഹാരം, ആ യുദ്ധഭൂമിയിൽ സീതാ സ്വയംവരം. ஒரு விதமாய் வருகிறதே அதை பாயுதே கண்ணாயன் മനമിക அதை പായുതേ. ബോസ് എന്താടെ ഇവിടെ? അതിന് ബോസ് അയക്കുന്ന ഫോട്ടോയിലെ കൊച്ചിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പേര് കൃതിക ജയകുമാർ, പിന്നെ അച്ഛന്റെ പേര് ജയകുമാർ, അമ്മയുടെ പേര് അന്ന ജയകുമാർ എന്നാണ്. പിന്നെ ഈ പെൺകൊച്ചൊരു ഡോക്ടറാണ്. പിന്നെ അച്ഛൻ ചെറിയൊരു ബിസിനസ്മാനും അമ്മ ഹൗസ് വൈഫുമാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും വേണോ ബോസേ? വേണ്ടോ, തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മതി. ശരി ബോസേ. ഇനി വേറെ ആരും ഡീറ്റെയിൽസ് എടുക്കാനല്ലോ ബോസേ? ഞാൻ അങ്ങ് പോട്ടെ. ഇനി ആരും ഡീറ്റെയിൽസ് എടുക്കാനില്ല, തമ്പക്കോ. ശരി ബോസ്. മോനെ, നീ എവിടെയാ? ഞാനിപ്പോ ഈ എപ്പിസോഡിന്റെ ഇടയ്ക്ക് വരാൻ കാരണം ഈ ഒരാളെ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഫോട്ടോയിലുള്ള ആളുടെ പേര് സാറ അബ്രഹാം കുരിശിങ്കൽ എന്നാണ്. നമ്മുടെ എർക്കിന്റെ മദറാണ്. പിന്നെ ഹസ്ബൻഡിന്റെ നെയിം അബ്രഹാം കുരിശിങ്കൽ. പിന്നെ ഹൗസ് വൈഫ് ആണെന്ന് വെച്ചാൽ ഹൗസ് വൈഫാണ്. അതുപോലെ തന്നെ ഈ ചില സമയത്ത് എബ്രഹാം ഇല്ലാത്ത സമയത്ത് അവരെ കമ്പനി നോക്കിയെടുക്കുന്നത് നമ്മുടെ എറിക്കിന്റെ അമ്മയായ സാറ അബ്രഹാം ആണ്. എറിക്കിനെ കുറിച്ച് ഇപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി സ്റ്റോറിയിലൂടെ അറിയാം. നമുക്ക് സ്റ്റോറിയിൽ പോവാം. നീ എവിടെ പോയതാ മോനെ? ഓ, പുറത്ത് കളിക്കണ്ടായിരുന്നോ? ശരി, അമ്മ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാ നമുക്ക് കഴിക്കാം. മോനെ, നീ എവിടെ പോവാ? ശരി, അതെടുത്തിട്ട് ഫുഡ് കഴിക്കണത്തിട്ട് വന്നേക്ക്, അമ്മ അവിടെ ഉണ്ടാവും. എടുക്കാൻ പോയ സാധനം കിട്ടിയോ? എന്നാ വന്നിരിക്കുക, അമ്മ ഫുഡ് വരുത്തരാം. സാറേ ഇതാണ് എബ്രഹാം കുരിശിങ്കൽ, നമ്മുടെ എറിക്കിന്റെ ഫാദർ. എറിക്കിന്റെ പപ്പനെ കുറിച്ച് ചെറുതായിട്ട് പറയുന്നില്ല. ഈ കുരിശിങ്കലിന്റെ എന്റർപ്രൈസസിൽ ഇപ്പോഴത്തെ സിഇഒ. സ്റ്റോറിയിലൂടെ അറിയാം. കൊച്ചൻ തേടി അവനപ്പുറത്തുനിന്ന് കളിക്കണ്ടേ ചായ? ഈ ചായ വാ, ഞാൻ ഫുഡ് എടുത്ത് തരാം. ശരി, ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ. എന്നാ ഈ ചായ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചേക്കാം. ഹലോ, ആരെ ചായ? അത് നമ്മുടെ സന്താനം. ആര്? ഇച്ചൂട്ടനോ? നീ എന്നാ ഫോൺ തന്നെ ചായ. നിക്ക്, ഞാൻ സ്പീക്കറിലിടാം. അയ്യോ സോറി ചൂട്ടാ, ദേ മമ്മിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. മമ്മിയും പെട്ടെന്ന് വരാട്ടോ. ഒരു കുത്തിക്കേട്ട് കാണിക്കാണ്ട് അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കണം. അവളെ പെട്ടെന്ന് വരാം. ഓ ശരി, മറക്കില്ല എൻ്റെ പൊന്നോ. ബോസ് എന്തു പറ്റി? ഇങ്ങനെ കുടിക്കാറില്ലാത്തയാണല്ലോ, പിന്നെ ബോസിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? അതൊന്നുമില്ലടെ ഇവിടെ. നീ വന്ന കാര്യം പറയും. അത് ബോസ്, ഒരു കേസുണ്ട്. എന്ത് കേസ്? ബോസ്, ഒരുത്തൻ
വെറും 10 വയസ്സുള്ള കൊച്ചിനെ ബ്രൂട്ടലായി റേപ്പ് ചെയ്ത് കൊന്നു. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലുണ്ട്. ഓക്കെ, ഐ ഗിവ് യു 20 മിനിറ്റ്സ്. അവൻ എനിക്ക് ജീവനോട് കിട്ടിയിരിക്കണം. ഓക്കെ ബോസ്. ആരാ നിങ്ങളൊക്കെ? എന്നെ അഴിച്ചുവിട്. നിങ്ങളെന്തിനാ എന്നെ കെട്ടിയിട്ടേക്കണേ? ഹാ, അടങ്ങടാ നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഞങ്ങളുടെ ബോസ് ഇപ്പൊ വരും. നിങ്ങളൊക്കെ ആരാ? നിങ്ങളുടെ ബോസ് എന്നെ കെട്ടിയിട്ടേക്കുന്നേ? ഞാൻ പറഞ്ഞാൽ മതിയോ നിനക്ക്? ഡേക്ക് എന്നൊന്നും ചെയ്തിട്ടേക്ക്. എന്നെ പുറത്തു വിടണം. അവന് നിന്നെ പുറത്തു വിടാനല്ലോ ഞാനിവിടെ കൊണ്ടുവന്നേ. കേട്ടില്ലേ ഇവിടെ? അവനെ പുറത്തു വിടാൻ. അങ്ങനെ ഇപ്പൊ നമുക്ക് പുറത്തു വിടാൻ പറ്റുമോ? ഇവൻ എന്താ ചെയ്യാ? ഇവിടെ ആസിഡ് എടുപ്പുണ്ടോ? ഉണ്ട് ബോസ്. എന്നാ ഇവൻ അതിലിട്ടങ്ങ് ഇറക്കിയരേ. ഓക്കെ ബോസ്. എന്നൊന്നും ചെയ്തിട്ടേക്ക് പ്ലീസ്. എന്നെ പുറത്തു വിട്. എനിക്കൊരു ചാൻസ്. ഇവിടെ എന്താണ് ചെയ്യാ? I can make it right.